ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു TechTalks. ഇന്ന് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം Acer ഒരു 3D ഡിസ്പ്ലേ ലോഞ്ച് ചെയ്യുകയുണ്ടായി. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അവരതിനെ സ്പേഷ്യൽ ലാബ്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. സ്പേഷ്യൽ ലാബ്സിൻ്റെ സപ്പോർട്ടോടുകൂടി അവർ 3D മോഡൽസ് നമുക്ക് ഒരു ഗ്ലാസ് പോലും ഇല്ലാതെ നമുക്ക് 3D ആയി നമുക്ക് റിയലിസ്റ്റിക്കായി നമ്മുടെ മുമ്പിൽ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഡിസൈനറിനോ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള ഒരു മെഷീൻ ഡിസൈൻ ചെയ്യുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഗെയിമറിന് ഒരു 3D ക്യാരക്ടറിനെ ഉണ്ടാക്കുമ്പോഴോ നമുക്ക് ആ ക്യാരക്ടർ റിയലിസ്റ്റിക്കായി നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കും. ഇനി ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ടെക്നോളജി ഉപയോഗിക്കുന്നത് ഏസറിൻ്റേതായ സ്പേഷ്യൽ ലാബ്സ് കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് 3D സെൻസറുകളും കുറച്ച് 3D ടെക്നോളജിയും ഉപയോഗിച്ചാണ് നമുക്ക് റിയലിസ്റ്റിക്കായി നമ്മുടെ മുമ്പിൽ ഇവർ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിന് ഒരുപാട് ആപ്ലിക്കേഷൻ പോയിൻറ്റ്സ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഡിസൈനറിനാകാം, ഒരു വീടുണ്ടാക്കുന്ന ഒരു ഡിസൈനർ ആവാം, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഡിസൈനർ ആവാം, ഒരു ടെക്നോളജി ഫീൽഡിലുള്ള ഒരു ഡിസൈനർ ആവാം. അപ്പോൾ നമ്മൾ കാണുന്നത് പോലെ റിയലിസ്റ്റിക് ഒരു വാച്ച് ഉണ്ടാക്കി നമ്മുടെ കയ്യിൽ കിട്ടി എങ്ങനെ ഉണ്ടാവും എന്ന് വരെ നമുക്ക് നോക്കാൻ സാധിക്കും. മാത്രമല്ല അത് ഡിസൈനിങ്ങിന് ഒരുപാട് എളുപ്പമാക്കുകയും ചെയ്യും. കൂടാതെ Acer ഓൾറെഡി ഒരു സ്പേഷ്യൽ ലാബ്സ് മോഡൽ വ്യൂവർ എന്നൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ ഇതുപോലെ ഏതെങ്കിലും ഒരു 3D ആപ്ലിക്കേഷൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഫേമസ് ആപ്ലിക്കേഷൻസും ഇപ്പോൾ ഈ സ്പേഷ്യൽ ലാബ്സ് മോഡൽ വ്യൂവർ സപ്പോർട്ട് ചെയ്യും. അതിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫയൽ നമുക്ക് ഇതിലേക്ക് ലോഡ് ചെയ്ത് നമുക്കത് വ്യൂ ചെയ്യാനും സാധിക്കും. അതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. ഇനി അതുകൂടാതെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും ഈ സ്പേഷ്യൽ ലാബ്സ് സപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫോർ എക്സാമ്പിൾ ബ്ലെൻഡർ, സ്കെച്ചപ്പ്, ഓട്ടോഡെസ്ക്, റൈനോസറസ്, അങ്ങനെ ഒട്ടനവധി. ഇതുകൂടാതെ ഈവൻ നമുക്ക് 2D ഡിസൈൻ വരെ നമുക്ക് 3D ആക്കാൻ സാധിക്കും. പോരാത്തതിന് ഇപ്പോൾ അൺറിയൽ എഞ്ചിനായി ഓൾറെഡി അവർ സപ്പോർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഒരു ഫ്യൂച്ചറാണ് നമ്മൾ ഈ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. Acer സ്പേഷ്യൽ ലാബ്സിൻ്റെ സപ്പോർട്ടോടെ ടെക്നോളജിയിൽ ഒരു വളരെ വലിയൊരു സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.